സ്വാമിയെ ശരണമയ്യപ്പ. പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കാണുവാൻ തടിച്ച് കൂടി നിൽക്കുന്ന ഭക്തജന സാഗരമാണിത്. മകരസംക്രമ സന്ധ്യയിൽ മണികണ്ഠനെ സർവാഭരണ വിഭൂഷിതനായി യുവരാജാവായി കാണുവാൻ പന്തളം രാജാവ് കൊണ്ടുപോകുന്ന തിരുവാഭരണ പേടകം കണ്ട് നമിക്കുവാൻ ശരണം വിളിച്ച് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന കാഴ്ചയാണിത്. 2025 ജനുവരി 12 ഉച്ചയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീകൃഷ്ണപ്പരുന്ത് കൊട്ടാരംബക ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മുകളിൽ വട്ടവിട്ട് 3 പ്രാവശ്യം പറന്നു. ആ ദിവ്യ മുഹൂർത്തത്തിൽ പരമ്പരാഗതമായി പേടകങ്ങൾ ശിരസിലേറ്റി കാൽനടയായി സന്നിധാനത്തേക്ക് പോകുന്ന കുടുംബാംഗങ്ങൾ തിരുവാഭരണ പേടകം ശിരസിലേറ്റി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നത് പന്തളം കൊട്ടാരത്തിൻ്റെ വക ശ്രീ വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ്. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൂടെ കയറി ആദ്യം വിശ്രമിക്കുന്നത് കുളനട ഭഗവതി ക്ഷേത്രത്തിലാണ്. രാജമുദ്രയേന്തി ഉടവാളും പരിചയമുള്ള സേനാനായകന്റെ അകമ്പടിയോടെ മണികണ്ഠസ്വാമിയുടെ വളർത്തച്ഛൻ്റെ സ്ഥാനമുള്ള രാജപ്രതിനിധി തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുവാൻ പന്തളം കൊട്ടാരത്തിൽ നിന്നും പല്ലക്കിലേറി പുറപ്പെടുവാൻ വരുന്ന കൊട്ടാരം വീഥിയാണ് ഈ കാണുന്നത്. ശരണം വിളിയോടെ കാത്തിരിക്കുന്ന കൊട്ടാരവാസികളും ഭക്തജനങ്ങളുമാണ് അവിടെ കാത്തിരിക്കുന്നത്. രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. മണികണ്ഠനെ കാണുവാൻ സർവ ആഭരണങ്ങളുമായി തിരുവാഭരണങ്ങളുമായി പിതൃസ്ഥാനീയനായ രാജാവ് സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടുന്ന അതേ രീതിയിൽ അതേ ചടങ്ങുകളോട് കൂടി തന്നെയാണ് എല്ലാ വർഷവും മകരസംക്രമ നാളിലേക്ക് സന്നിധാനത്തിലെത്തുന്ന രാജപ്രതിനിധിയും തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് പല്ലക്കിലേറി അതോടൊപ്പം
യാത്ര പുറപ്പെടുന്നത്. സർവസുരക്ഷാ സന്നാഹത്തോടുകൂടി തിരുവാഭരണ പേടകങ്ങൾ കടന്നു പോവുകയും അതിനെ അനുഗമിച്ച് രാജപ്രതിനിധി സർവ രാജകീയ പരിവാരങ്ങളോടുകൂടി തന്നെ അനുഗമിക്കുകയും അതോടൊപ്പം തന്നെ പള്ളിക്കെട്ട് ശിരസിലേന്തി മകര സംക്രമ സന്ധ്യയ്ക്ക് മകരജ്യോതി കാണുവാനായി ശബരിമലയിലേക്ക് കാൽനടയായി യാത്ര തിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളും അതോടൊപ്പം നടന്ന് ഘോഷയാത്രയെ അനുഗമിച്ച് സന്നിധാനത്തിലേക്ക് എത്തുന്നതായി കാണാം. കൂടാതെ പന്തളം ദേശത്തുള്ള നിരവധി ഭക്തജനങ്ങൾ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ച് സമീപ പ്രദേശത്തും എത്താവുന്ന അത്രയും അകലത്തിൽ തന്നെ ദൂരമുള്ള ക്ഷേത്രങ്ങളിൽ വരെ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും ജനാവലികൾ ഈ ഘോഷയാത്രയ്ക്ക് പിന്നാലെ പോകുന്നത് നമുക്ക് കാണുന്നത്. തിരുവാഭരണ ഘോഷയാത്ര തുടക്കം കുറിച്ചതിന് ശേഷം ആദ്യം വിശ്രമിക്കുവാൻ വേണ്ടി പേടകം താഴ്ത്തിവെക്കുന്നത് കുളനട ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ കുളനട ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ദൃശ്യമാണിത്. തിരുവാഭരണം കണ്ട് തൊഴുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തജന തിരക്കാണ് ഇവിടെ കാണുന്നത്. പന്തളത്തുനിന്ന് കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നതിന് ശേഷം കുളനട ഭഗവതി ക്ഷേത്രത്തിലാണ് തിരുവാഭരണം കണ്ട് തൊഴുവാനുള്ള ഒരു അവസരം കിട്ടുന്നത്. പന്തളം രാജപ്രതിനിധി കുളനട ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ വിശ്രമവേള കഴിഞ്ഞതിന് ശേഷം തിരുവാഭരണ പേടകങ്ങൾ സന്നിധാനത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇനിയുള്ള സഞ്ചാരപാത ഉള്ളന്നൂരും ആറന്മുളയും കഴിഞ്ഞ് അയരൂരിൽ ക്ഷേത്രത്തിലായിരിക്കും ഇന്നു രാത്രി വിശ്രമിക്കുന്നത്. പരമ്പരാഗത പാതകളിലൂടെ വനാന്തർ ഭാഗങ്ങളിലൂടെ കാൽനടയായി യാത്ര തിരിച്ച് ശബരിമല സന്നിധാനത്ത് എത്തുന്നതുവരെ വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകുകയും വിശ്രമിക്കുകയും ചെയ്തു നീങ്ങുന്ന ഘോഷയാത്ര കല്ലും മുള്ളും കാടും മേടും കാട്ടാറുകളും താണ്ടി ശബരിമല സന്നിധാനത്ത് ശ്രീ മണികണ്ഠസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ മകര സംക്രമണ സന്ധ്യാസമയത്ത് ശബരിമലയുടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരസംക്രാന്തിയുടെ നക്ഷത്രം ഉദിച്ചുയരുന്നത് കാണാം. സ്വാമിയേ ശരണമയ്യപ്പ.